Malayalam. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ക്ലാസ് 9 CBSE മാത്തമാറ്റിക്സ് തേർഡ് ചാപ്റ്റർ ആയ കോർഡിനേറ്റ് ജോമെട്രി. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്ന ടെക്സ്ച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും we are going to cover in a single video. So that is, this is a one short video of the chapter coordinate geometry. Okay, so coordinate geometry എന്ന് പറയുമ്പോഴത്തേക്കും we will start from the title itself. I always love to start from the title actually. Okay, so coordinate geometry. Coordinate geometry. We know that geometry എന്ന് പറഞ്ഞാൽ എന്താണ്? Is a mathematical branch that deals with shapes and graphs. Okay, so we know geometry. Okay, geometry is a mathematical branch which deals with shapes and graphs. Okay, fine. And here we are telling like coordinate. Okay, that is we are linking something. We are linking something to geometry. Okay, and what is that? നമ്മൾ എന്തിനെയാണ് ലിങ്ക് ചെയ്യാനായിട്ട് പോകുന്നത്? You know about another mathematical branch that deals with mathematical symbols and the rules to manipulate these symbols. Okay, what is that? It is algebra. Okay, it is algebra. So that we can say that coordinate geometry. Coordinate geometry എന്ന് പറയുന്നത് another mathematical branch ആണ് that links the principles of algebra and the principles of geometry together. Clear? And let us see who is the father of this mathematical branch. That is, it's a magical mathematical branch actually. ഇതിന്റെ father എന്നറിയപ്പെടുന്നത് the great French philosopher, scientist as well as mathematician René Descartes. Okay, so let us discuss about the Cartesian system. Okay, ഈ Cartesian system introduce ചെയ്തത് René Descartes ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ നമ്പർ ലൈൻ അറിയാം അല്ലെ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലെല്ലാം നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിനെല്ലാം നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചവരാണ്. അപ്പോ നമ്പർ ലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സപ്പോസ് ഐ എം ഡ്രോയിങ് എ നമ്പർ ലൈൻ ഹിയർ. ഓക്കെ, സോ ദിസ് ഇസ് എ നമ്പർ ലൈൻ ആൻഡ് ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? 0, ഓക്കെ, 1, 2, 3 എക്സെട്ര ആ രീതിയിലേക്ക് അങ്ങോട്ട് പോകും. ആൻഡ് ഇറ്റ് ഇസ് -1, -2, -3 ഇങ്ങോട്ടേക്ക് പോകും അല്ലെ? പോസിറ്റീവ് ഭാഗങ്ങൾ അങ്ങോട്ടേക്കും നെഗറ്റീവ് ഭാഗങ്ങൾ ഇങ്ങോട്ടേക്കും പോകും. ടു ദ റൈറ്റ് എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് വരിക. ടു ദ ലെഫ്റ്റ് എന്ത് വരും? നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്പർ ലൈൻ ആണ് അല്ലെ? ഹൊറിസോണ്ടൽ നമ്പർ ലൈൻ ആണ് ഇപ്പൊ ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു വെർട്ടിക്കൽ നമ്പർ ലൈനെ കൂടെ ഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. സപ്പോസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് എ വെർട്ടിക്കൽ നമ്പർ ലൈൻ. ഇതിലും നമുക്ക് ഈ പറഞ്ഞ മാർക്കിംഗ്സ് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ 0 മാർക്ക് ചെയ്യുന്നു. ആൻഡ് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഹൊറിസോണ്ടലി വരച്ചു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ആളുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും പോസിറ്റീവ് വാല്യൂസ് പോകുന്നത്. ആൻഡ് 0യുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് വാല്യൂസ് പോകുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആലോചിക്കുക, 0 എന്ന് പറയുന്ന നമ്പർ അതിന്റെ മുകളിലേക്കാണ് പോസിറ്റീവ് വാല്യൂസ് വരിക. ദാറ്റ് ഈസ് നോക്കിയേ 1, 2, 3, 4 ആൻഡ് സോ ഓൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് 0 എന്ന് പറയുന്ന ആളുടെ താഴേക്ക് നമ്മൾ എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ആണ് കൊടുക്കുക. ലൈക്ക് -1, -2, -3, -4 എക്സെട്ര. ഓക്കെ, സോ ഇപ്പൊ എന്റെ അടുത്ത് എന്തുണ്ട്? രണ്ട് നമ്പർ ലൈൻസ് ഉണ്ട്. വൺ ഇസ് എ ഹൊറിസോണ്ടൽ നമ്പർ ലൈൻ ആൻഡ് വൺ ഇസ് എ വെർട്ടിക്കൽ നമ്പർ ലൈൻ. ഓക്കെ, വൺ ഇസ് എ വെർട്ടിക്കൽ നമ്പർ ലൈൻ. When I combine these number lines together, ഞാൻ ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യാൻ പോവുകയാണ് ഒരു പ്രത്യേക രീതിയിൽ. എനിക്ക് തോന്നിയതുപോലെയല്ല കമ്പയർ ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നു. That is, I am going to combine the horizontal number line and the vertical number line so that they intersect. Okay, നമ്മൾ ലൈൻസിനെ പറ്റി പഠിച്ചവരാണ് അല്ലെ? ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഞാൻ എടുക്കുന്നത്. സോ ദാറ്റ് they intersect at their zeros. Okay, that is, ഈ നമ്പർ ലൈൻ ആരുണ്ട്? ഒരു 0 ഉണ്ട്. ഈ നമ്പർ ലൈൻ ആരുണ്ട്? 0 ഉണ്ട്. ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ നമ്പർ ലൈന്റെയും വെർട്ടിക്കൽ നമ്പർ ലൈന്റെയും 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യത്തക്ക രീതിയിൽ ഈ രണ്ട് നമ്പർ ലൈൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്താൽ I will get the Cartesian plane. So this is a Cartesian plane. അപ്പൊ കാർട്ടീഷ്യൻ പ്ലെയിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്? horizontal number line and vertical number line. They combine each other so that they will intersect at their zeros. Okay, അപ്പോ ഈ കമ്പൈൻ ചെയ്ത ആ പോയിന്റ് ഉണ്ടല്ലോ, that is ഈ പറയുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്പർ ലൈന്റെയും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്പർ ലൈന്റെയും സീറോസുകൾ തമ്മിൽ എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്തു അല്ലെ? ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. Is it clear? origin എന്ന് പറഞ്ഞാൽ എന്താണ്? the point of intersection. Okay, ഇതിനെയാണ് origin എന്ന് വിളിക്കുക. And
ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എടുത്ത നമ്പർ ലൈൻ ഉണ്ടല്ലോ, ഇയാളെ നമ്മൾ വിളിക്കുന്നത് എക്സ് ആക്സിസ് എന്നാണ്. The horizontal number line is known as the x-axis and the vertical number line is known as y-axis. Okay. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ? ഓക്കെ, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്പർ ലൈൻ ദാറ്റ് ഇസ് ദ x-axis and vertical ആയിട്ടുള്ള നമ്പർ ലൈൻ the y-axis, they will combine each other so that they will intersect at their zeros, that is origin. Okay, ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലെയിൻ ആണ് എന്തെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നാണ് നമ്മൾ പറയുക. ഇതിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഓൾജിബ്ര അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് നമ്മളിവിടെ ഓൾജിബ്ര അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ടു ലൊക്കേറ്റ് പോയിന്റ്സ് ഓൺ ദ പ്ലെയിൻ. നമുക്ക് ഇവിടെ ഏത് പ്ലെയിൻ ആ വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്നുണ്ടെങ്കിൽ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, എക്സ് വൈ പ്ലെയിൻ ദാറ്റ് ഇസ് 2 ഡയമെൻഷനിൽ ആണ്, 2 ഡയമെൻഷനിൽ ആണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ ഈ എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിന്റ്, ഓക്കെ, ഒരു പോയിന്റിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വി വിൽ യൂസ് കോർഡിനേറ്റ് ജോമെട്രി. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് കോർഡിനേറ്റ്സ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്ലെയിൻ. അപ്പൊ നമ്മളിപ്പോ നോക്കി എന്തൊക്കെ നോക്കി? വാട്ട് ഈസ് മീൻ ബൈ കോർഡിനേറ്റ് ജോമെട്രി? കോർഡിനേറ്റ് ജോമെട്രി എന്താണെന്ന് നോക്കി. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദ മാത്തമാറ്റിക്കൽ ബ്രാഞ്ച് ദാറ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ ആൾജിബ്ര ആൻഡ് ജോമെട്രി. ഓക്കെ, ആൻഡ് ഇതിന്റെ അകത്ത് വരുന്ന എന്താണെന്ന് നമ്മൾ നോക്കി. നമ്മൾ 2 നമ്പർ ലൈൻസ് എടുത്തു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തു അറ്റ് ദ ഒറിജിൻസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു പ്ലെയിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിച്ചു. നമ്മൾ എടുത്ത ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസും ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ കാർട്ടീഷ്യൻ പ്ലെയിൻ ഈസ് ആൻ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ഓൺ ദി പ്ലെയിൻ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ നമ്മൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത സമയത്ത് ദാറ്റ് ഇസ് എക്സ് ആക്സിസും അതുപോലെ വൈ ആക്സിസും തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത സമയത്ത് യു ക്യാൻ സീ 4 ഡിവിഷൻസ് അല്ലെ? ആ ഡിവിഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്വാഡ്രന്റ്സ് ദാറ്റ് ഈസ് 1/4 പാർട്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ, ദിസ് ഈസ് ദ എക്സ് ആക്സിസ്. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇതാരാണ്? ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ് അല്ലെ? അപ്പോ ഇതിനെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഇതിനെ നമ്മൾ എക്സ് എന്നും ഇപ്പുറത്തുള്ളതിനെ എക്സ് ഡാഷ് എന്നുമാണ് നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ലേബിൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് പോസിറ്റീവ് വാല്യൂ വരുന്ന വൈ, ഓക്കെ, അവിടെ നമ്മൾ വൈ എന്നും നെഗറ്റീവ് വാല്യൂ ഓഫ് വൈ വരുന്നതിന് നമ്മൾ വൈ ഡാഷ്. ഇങ്ങനെയാണ് ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് എന്തായിട്ട് മാറി? ഈ ഒരു പോയിന്റിൽ വെച്ച് ഇതെന്ത് ചെയ്യപ്പെട്ടു? 4 ഭാഗങ്ങളായി, 4 ഈക്വൽ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? ഡിവൈഡ് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് ക്വാഡ്രന്റ്സ് ആയിട്ടാണ് മാറിയത്. അപ്പൊ ഈ ക്വാഡ്രന്റ്സിന് നമുക്ക് പേരുണ്ട്. ഈ ഓരോ ക്വാഡ്രന്റ്സിലും വരുന്ന പോയിന്റ്സിന് ദാറ്റ് ഈസ് നമ്മൾ എക്സ് വൈ പ്ലെയിന്റെ ബേസിസിൽ എടുക്കുമ്പോൾ നമ്മൾ വരുന്ന ഓരോ പോയിന്റ്സിനും ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പോ നോക്കാം എന്താണ് വരുന്നത്. എത്ര ക്വാഡ്രന്റ്സ് ആ ഉള്ളത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. വന്നിട്ടുള്ള രീതി ശ്രദ്ധിച്ചോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല? ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും ഈ ക്വാഡ്രന്റ് നമ്മൾ എടുക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്രം ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്നും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്വാഡ്രന്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇതിൽ നിന്നും ആന്റി ക്ലോക്ക് വൈസ് വരുന്ന ഫസ്റ്റ് 1/4 പാർട്ട് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ക്ലിയർ? ആൻഡ് ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ദ സെക്കൻഡ്, ഓക്കെ, ദ സെക്കൻഡ് 1/4 പാർട്ട്, ദിസ് ഇസ് അവർ സെക്കൻഡ് ക്വാഡ്രന്റ്. And next നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. We are moving in the anti-clockwise direction and we will get the third quadrant there and after that we will get the fourth quadrant. ഇങ്ങനെയാണ് ക്വാഡ്രന്റ്സിനെ നെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാഡ്രന്റ്സ് വരയ്ക്കാനൊക്കെ അറിയായിരിക്കും, പക്ഷെ നെയിം ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകരുത്. ചില കുട്ടികൾ 1 2 3 4 എന്നാണ് എടുക്കുക. നോ, ശ്രദ്ധിക്കുക. 1, okay, anti-clockwise from the positive direction of x-axis you have to move anti-clockwise. Okay, so first, second, third and fourth. ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്വാഡ്രന്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 4 ക്വാഡ്രന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവരെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ ആരെയാ നോക്കേണ്ടത്? ഈ ഓരോ ക്വാഡ്രന്റ്സിലും വരുന്ന പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓരോ ക്വാഡ്രന്റ്സിന്റെ പ്രത്യേകത. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഞാൻ ആദ്യത്തെ ക്വാഡ്രന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ക്വാഡ്രന്റിലുള്ള എല്ലാ പോയിന്റ്സിന്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് മെയ്ഡ് ബൈ
the positive direction of x-axis as well as the positive direction of y-axis. So, ഇതിന്റെ അകത്ത് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയിന്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Okay, so that we can say that ഇവിടുത്തെ x value എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. And y value എന്തായിരിക്കും? It is also positive because the first quadrant is made by the positive direction of x-axis and the positive direction of y-axis. So, നമുക്ക് പറയാൻ പറ്റും ഇതിനിടയിലുള്ള നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് okay, അതിന്റെ അകത്ത് വരുന്ന x എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം പോസിറ്റീവ്, y പോസിറ്റീവ് ആയിരിക്കും. And moving to the case of the second quadrant. Second quadrant ഒന്ന് നല്ല രീതിയിൽ നോക്കിയേ. എന്താണ് second quadrant? Second quadrant എന്ത് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്? Is made by the negative direction of x-axis. അല്ലേ? Negative direction of x-axis and the positive direction of y-axis. So നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റും ഇവിടുത്തെ x എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ y values എല്ലാം തന്നെ പോസിറ്റീവ് ആയിരിക്കും. Why? Because the second quadrant is made by the negative direction of x-axis and the positive direction of y-axis. So the points, okay, x points will be negative and the y points will be positive. Clear? Next we will discuss about the third quadrant. Okay, so moving to the case of the third quadrant, as you can see here, the third quadrant is made by the negative, okay, the negative direction of x as well as y. Okay, okay, ഇവിടേക്ക് നെഗറ്റീവ് x ആക്സിസും ഇവിടേക്ക് നെഗറ്റീവ് y ആക്സിസും ആണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നതിൽ x ന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ y യുടെ വാല്യൂ is also negative there. Is it clear? അപ്പോൾ ഓരോ ക്വാഡ്രന്റ്സിലുള്ള പോയിന്റ്സിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. Because we will be asked to locate, okay, locate the quadrant in which the given point is lying. നമുക്കൊരു പോയിന്റ് തന്നിട്ട് ഇത് ഏത് ക്വാഡ്രന്റിലുള്ളതാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക the peculiarity of the points in each of the coordinates. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ x and y are positive. In the second quadrant x is negative and y is positive, and for the third quadrant x and y is negative. Both are negative there. And moving to the case of the fourth quadrant, you can see here the fourth quadrant is made by the positive direction of x-axis and the negative direction of y-axis. So that I can say that x is positive here, okay, and y is negative. Clear? Okay, so you know the peculiarity of the points in each of the quadrants in our Cartesian plane. എന്താ നമുക്ക് വരിക? First quadrant x and y positive, second quadrant x negative, y positive, third quadrant x negative, y negative, fourth quadrant x positive, y negative. Clear? So now let us discuss about the coordinates of a point. Coordinates എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ പോയിന്റ് നിൽക്കുന്ന പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് XY പ്ലെയിൻ ആണ്, ദ കാർട്ടീഷ്യൻ പ്ലെയിൻ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുക്കാനുള്ളത്? സപ്പോസ് ഇതാണ് എന്റെ x ആക്സിസ്, ഓക്കെ, x dash, ഓക്കെ. നെക്സ്റ്റ് ഞാൻ ഇവിടെ y ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. Okay, so this is the y axis. ഈ ഫോമിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ xy y dash. I'm going to locate, okay, the point. Suppose this is a point. ഈ പോയിന്റ് നിൽക്കുന്ന പൊസിഷൻ ആണ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത് in the xy plane, in the Cartesian plane. എങ്ങനെ ഞാൻ ലൊക്കേറ്റ് ചെയ്യും? ഓക്കെ, അപ്പോ നമ്മൾ ഇത് എന്ത് പ്ലെയിനിലാണ് വരച്ചിട്ടുള്ളത്? ഏതൊക്കെ ആക്സിസുകൾ ഉണ്ട്? x ആക്സിസും ഉണ്ട്, y ആക്സിസും ഉണ്ട്, അല്ലെ? സോ xy പ്ലെയിനിലാണുള്ളത്. അങ്ങനാണെങ്കിൽ ഈ പോയിന്റിന് ഒരു x കോർഡിനേറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ y കോർഡിനേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെ നമ്മൾ വിളിക്കുക? x കോർഡിനേറ്റ്, ഓക്കെ, x കോർഡിനേറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു y കോർഡിനേറ്റും ഉണ്ടായിരിക്കും. ഫൈൻ. നെക്സ്റ്റ് പക്ഷെ ഇവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? Okay, ആരാണ് x coordinate, ആരാണ് y coordinate? How will we locate the point? Okay, using this x coordinate and y coordinate. How will we take the x coordinate and y coordinate from the xy plane? Okay, so നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ x കോർഡിനേറ്റ് ഉണ്ടല്ലോ, ഈ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ y ആക്സിസിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, y ആക്സിസിൽ നിന്നായിരിക്കും നമ്മൾ x കോർഡിനേറ്റിനെ എടുക്കുക. y ആക്സിസിലെ ഒരു പെർപെൻഡിക്കുലർ, y ആക്സിസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, y ആക്സിസിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ ഈ പോയിന്റ് വരെ എത്തുമ്പോൾ നമുക്ക് x ആക്സിസിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് എത്രയാണോ അതായിരിക്കും നമ്മുടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത്. Is it clear?
Okay, how will we take the x coordinate of a point in a Cartesian plane? എങ്ങനെ നമ്മൾ എടുക്കുക? അതിന്റെ x coordinate എന്ന് പറയുന്നത് we will draw a perpendicular from the y axis, okay, and the length of the perpendicular will be the measurement, okay, will be the measurement from the x axis. So this is the x coordinate. Okay, and how will we take the y coordinate of this particular point? എങ്ങനെ നമ്മൾ y coordinate എടുക്കും? y coordinate എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ x ആക്സിസിൽ നിന്നാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. Okay, the perpendicular distance, okay, the perpendicular distance of the point from the x axis. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ y മെഷർമെന്റിന് ഇക്വലന്റ് ആണ്. So this is the y coordinate. Is it clear? ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു എക്സ് വൈ പ്ലെയിനിൽ എനിക്ക് ഒരു പോയിന്റ് ഉണ്ട്. എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ലൊക്കേറ്റ് ചെയ്യണം, അതായത് എന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹൗ വിൽ ഐ ടേക്ക് ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി വൈ ആക്സിസ്. എക്സ് കോർഡിനേറ്റ് വേണമെങ്കിൽ യു നീഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ വൈ ആക്സിസ്. Okay, likewise, if you need the y coordinate, you need to find the perpendicular distance of the point from the x axis. Okay, ee formula irikkum edukka. Appo idine, that is the perpendicular distance, okay, of the point from the y axis. Adu nammade x coordinate aanu alle. Appo adine njan vilikkunna mattoru perunde, it is abscissa. Okay, next നമ്മുടെ y coordinate ഉണ്ടല്ലോ. y coordinate എന്ന് പറഞ്ഞാൽ ആരാണ്? It's actually the perpendicular distance of the point from the x axis. അയാൾ y coordinate എന്ന് വിളിക്കുക. നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ordinate. എന്താ വിളിക്കുക? Ordinate എന്നാണ് വിളിക്കുക. So let us see this once more. Here we have the xy plane, that is positive x axis, negative x axis, positive y axis and negative y axis. So this is the point. Okay, axy is the point. axy യുടെ coordinates എങ്ങനെയാണ് കിട്ടുന്നത്? x. Okay, x, the abscissa എന്ന് പറഞ്ഞാൽ ആരാണ്? It is the perpendicular distance of the point from the y axis. And how will you get the y coordinate or the ordinate of the point? You will get the y coordinate or the ordinate by taking the perpendicular distance of the point from the x axis. നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി. x coordinate വേണം, abscissa വേണമെങ്കിൽ perpendicular distance from the y axis. Okay, y coordinate അല്ലെങ്കിൽ ordinate വേണമെന്നുണ്ടെങ്കിൽ you have to consider the perpendicular distance of the point from the x axis. Clear? So ഇത്രയും നേരം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായോ? Whether we are able to apply the particular knowledge that we have studied when the situation demands. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞു locate the position of the marked points. That is ഇവിടെ ഒരുപാട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. A, B, C, D, E, F, okay, G, H, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? ലൊക്കേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതണം എന്നാ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു മാർക്ക് ദിസ്. ഇത് നമുക്ക് 0 ആണെന്ന് അറിയാം. ദിസ് ഇസ് 1, this is 2, this is 3, this is 4, okay, and this is 5, and this is -1, -2, -3 and -4. Okay, next is ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ്. So 1, okay, 2, next is 3. Okay, here -1, -2, -3. ഈ ഫോമിലാണ് നമുക്ക് വരിക. ഇവിടെ ഒരു ഐ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ആളിനെയാണ് നോക്കേണ്ടത്. ആരാ? നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഞാൻ സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എക്സ് വൈ ഫോമിലല്ലേ വേണ്ടത്? എക്സ് വൈ ഫോമിലാണ് വേണ്ടത്. ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, അതായത് അബ്സിസ ആൻഡ് ഓർഡിനേറ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് പോയിന്റ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് കോർഡിനേറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? വി നീഡ് ടു കൺസിഡർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ വൈ ആക്സിസ് ടു ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇത് എത്ര നോക്കിയേ? വൈ ആക്സിസിലെ എത്ര ദൂരം വരുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ചു കഴിയുമ്പോൾ അതിന്റെ ലെങ്ത് കറസ്പോണ്ടിങ് ഫ്രം ദ എക്സ് ആക്സിസ് വി വിൽ ഗെറ്റ് ലൈക്ക് 2. ഓക്കെ, സോ 2 ആണ് ഇവിടേക്ക് വരിക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഐ ഹാവ് ടു കൺസിഡർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി എക്സ് ആക്സിസ്. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത് ഓക്കെ എവിടെ വരുന്നത്? നമ്മുടെ y ആക്സിസിൽ വരുന്ന എത്ര നോക്കണം? ഇറ്റ് ഇസ് 2 അല്ലെ? 2 യൂണിറ്റ്സ് അല്ലേ വരിക. അപ്പോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എ ഇസ് 2, 2. കിട്ടിയതാട്ടോ. ഇനി ഞാൻ ബി എന്ന് പറയുന്ന ആളെ നോക്കുകയാണ്. ബി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കുക. ദാ ബി ഞാൻ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ദാ ഈ രീതിയിൽ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, എന്റെ y ആക്സിസിൽ നിന്നും ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഐ എം ടേക്കിംഗ് ഫ്രം ദ x ആക്സിസ്. ഇറ്റ് ഈസ് 5. സോ 5
and B. Okay, y coordinate കിട്ടാനായിട്ട് I am taking the length of the perpendicular from the x axis. Okay, നോക്കിയേ 5 ൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കുന്നു and corresponding ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കിട്ടും. ആരാണ് 3. So 5 3. Clear? Next നമ്മൾ C എന്ന് പറയുന്ന പോയിന്റ് എവിടെ? അതെ, ഇതാണ് നമ്മുടെ C എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ എനിക്ക് അതിന്റെ XY കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്. X കോർഡിനേറ്റ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? I have to draw the perpendicular from the y-axis to the point and I have to take the measurement of that particular perpendicular from the x-axis itself. It is എത്രയാണ് distance നോക്കുക. It is okay 2 units. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ടുള്ള നെഗറ്റീവിലാണ്. സോ -2. Okay, -2. നെക്സ്റ്റ് ഇസ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ മെഷർമെന്റ് നോക്കുക. എത്രയാണ് നമുക്ക് കിട്ടുക? ഇറ്റ് ഇസ് 2. So -2 is the point. Okay, is the coordinate of the point. See there. Next നമുക്ക് ആരെയാണ് വേണ്ടത്? D എന്ന് പറയുന്ന പോയിന്റിന്റെ ആണ് വേണ്ടത്. Where is D? Yes, here is D. Okay, so D യുടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ, ഇനി നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരയ്ക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എക്സും കറസ്പോണ്ടിങ് വൈയും മാത്രം നോക്കിയാൽ മതി. നോക്കിയേ, എവിടെയാണ് വരുന്നത്? -4ലാണ് എക്സ് വരുന്നത്. y എവിടെയാണ് വരുന്നത്? 3ലാണ് വരുന്നത്. ഓക്കെ, -4 3. ഇതിന്റെ റിയൽ ഐഡിയ ഇവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിലും ഇനി നിങ്ങൾ ഇത് ഓരോന്നും വരച്ച് കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല. ആ പോയിന്റ്സിന് ഇരിക്കുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് വിഷ്വലി നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പൊ ABCDE ആയി. ഇനി ഇ എന്നാ നോക്കിയേ, ഇ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ആക്സിന്റെ കറസ്പോണ്ടിങ് എവിടെ ആയിരിക്കുക? -2ലേക്കാണ് ഇരിക്കുന്നത് അല്ലെ. ഇനി വൈ ആക്സിന്റെ കറസ്പോണ്ടിങ് -2ലേക്കാണ് ഇരിക്കുന്നത്. നോക്കിയേ, -2. ഇനി ഞാൻ നോക്കുന്നു ഇ കഴിഞ്ഞാലാണ് F ആണ്. എഫിനെ നോക്കുന്നു. എഫിനെ നോക്കിയേ, എക്സ് ആക്സിന്റെ കറസ്പോണ്ടിങ് ആരാണ്? 4 ആണ് വരിക. ആൻഡ് വൈ ആക്സിന്റെ കറസ്പോണ്ടിങ് ആരാണ് വരിക? -2 ആണ് വരിക. സോ 4 -2 ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എഫ് there. ഇനി നമ്മൾ ആരെ നോക്കുന്നത്? ജി. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ജി എവിടെയായിരിക്കുന്നേ? ജി ഇരിക്കുന്നത് നമ്മുടെ വൈ ആക്സിസിലാണ്. ശ്രദ്ധിച്ചു നോക്കിയോ, ജി എവിടെ ഇരിക്കുന്നത്? വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്. വൈ ആക്സിസിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാ ഇത് വൈ ആക്സിസിൽ നിന്നും ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റൂല. കാരണം നമുക്ക് എക്സ് കോർഡിനേറ്റ് വേണ്ടേ. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത്? വൈ ആക്സിസിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അതിന്റെ ലെങ്ത് നമ്മൾ കറസ്പോണ്ടിങ് എക്സ് ആക്സിസിന് എടുക്കണം. പക്ഷെ വൈ ആക്സിസിൽ തന്നെ ഇരിക്കുന്ന ഒരു പോയിന്റിന് ഹൗ വിൽ വി ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ വൈ ആക്സിസ് ഇറ്റ്സെൽഫ്? എത്രയായിരിക്കും? 0 ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എക്സ് നോക്കിക്കോ. എന്താ ഇവിടെ നമ്മുടെ എക്സ് വാല്യൂ? എന്താ? 0 ആണ് അല്ലെ. എക്സ് വാല്യൂ ഇവിടെ 0 ആണ്. സോ എനിക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് 0 എന്ന് പറയാം. ദ എക്സ് കോർഡിനേറ്റ് ഈസ് 0 എന്ന് പറയാം. ആൻഡ് ദ വാല്യൂ ഓഫ് വൈ കോർഡിനേറ്റ് ഈസ് 2 ഹിയർ. സോ 0 2 is the point. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, വൈ ആക്സിസിൽ വരുന്ന ഏതൊരു പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, ചില കുട്ടികൾ തിരിച്ചാണ് എടുക്കുന്നത്. വൈ കോർഡിനേറ്റ് 0 എന്ന് എടുക്കും. ആൻഡ് ദാറ്റ് ഈസ് റോങ്. വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. കാരണം we can't take the perpendicular distance of the particular point from the y axis itself. Actually it's 0. That's why we are taking 0 in behalf of x coordinate there. Okay, അല്ലെങ്കിൽ corresponding x axisലെ പോയിന്റിനെ നോക്കിയാൽ മതി. ആരാണ്? 0 ആണ്. 0 2. Next G കഴിഞ്ഞ് H. Okay, we have to locate this point. Okay, ഈ H എവിടെയാണ് വന്നിട്ടുള്ളത്? എക്സ് ആക്സിസിലാണല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ എക്സ് ആക്സിസിൽ വരുമ്പോൾ എനിക്ക് എക്സ് കോർഡിനേറ്റ് എടുക്കാൻ കുഴപ്പമില്ല. ആരാണ്? 3 ആണ് അല്ലെ. 3 ആണ്. ബട്ട് വാട്ട് അബൌട്ട് y കോർഡിനേറ്റ്? y കോർഡിനേറ്റ് എങ്ങനെ എടുക്കും? ബിക്കോസ് ഫോർ ടേക്കിംഗ് ദ y കോർഡിനേറ്റ് ഓർ ദ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു കൺസിഡർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ x ആക്സിസ്. This point is located in the x axis. Okay, then how will we find the perpendicular distance from the x axis? Actually it's 0. Okay, ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അതിരിക്കുന്ന കറസ്പോണ്ടിങ് y പോയിന്റ് നോക്കിയാൽ മതി. ഏതാണ്? 0 ആണ്. നോക്കിയേ, 0 0. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. 0 0. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് ഇത് എന്തായിട്ട് മാറും? 3 0 എന്നുള്ള ഫോമിലേക്ക് മാറും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിനെ ഇപ്പൊ ലൊക്കേറ്റ് ചെയ്ത സമയത്ത് ഈ പോയിന്റിനെ ഞാൻ 0 0 എന്ന് ഇട്ടു. ഓക്കെ, ആരാ ഈ പോയിന്റ്? The point of intersection of the coordinate axis. അല്ലേ, രണ്ട് കോർഡിനേറ്റ് ആക്സിസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്താ? 0 0. ബിക്കോസ് അവിടെ വരുമ്പോഴത്തേക്കും we can't take the perpendicular distance from the x axis and the y axis. Okay, നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. It is actually 0. So അവിടുത്തെ x value and y value, x coordinate and y coordinate will become 0. So the point, okay, so the coordinates of the point, okay, origin എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും it's 0 0. Clear? Okay, so this is the way of locating the point. നമുക്ക് ഇനി ഒരാളെയും കൂടെ ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. the I. ഇപ്പൊ നമുക്ക് ആരൊക്കെ? A B C D E F G H I. Okay, okay, so I എന്ന് പറയുന്ന പോയിന്റിനെ നോക്കുക.
ഐ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ് വന്നിട്ടുള്ളത് അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള y ആക്സിസിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എന്താ നോക്കിയേ. എക്സ് വാല്യൂ എന്താ? ഇറ്റ് ഇസ് 0. ഓക്കെ, കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 0 ആണ്. അതിന്റെ y വാല്യൂ എത്രയാ? -2. ക്ലിയർ? സോ ലെറ്റ് us see how to do this. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Complete the following table by putting a tick or a cross for the given points and the location. നമുക്ക് ഇവിടെ കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണോ, തേർഡിലാണോ, ഫോർത്തിലാണോ, എക്സ് ആക്സിസിലാണോ, വൈ ആക്സിസിലാണോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. സോ നോക്കിയേ എങ്ങനെ നമ്മൾ ചെയ്യും. ഫസ്റ്റ് പോയിന്റ് 0 0 കാണുമ്പോഴേ നമുക്കറിയാം എന്താ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിൻ അല്ലേ. ഓക്കെ, നമ്മുടെ ഒറിജിൻ ആണ്. അപ്പൊ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും ക്വാഡ്രന്റ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, അത് എവിടെയാ ഉള്ളത്? എക്സ് ആക്സിനും വൈ ആക്സിനും കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ. എക്സ് ആക്സിലും വൈ ആക്സിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് 0 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us move to the second point. 1 2 1 2 എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകത എന്താ? അതിന്റെ എക്സ് വാല്യൂ പോസിറ്റീവ് ആണ്, വൈ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ എക്സും വൈയും പോസിറ്റീവ് ആയിട്ട് വരുന്ന ക്വാഡ്രന്റ് ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. സോ നമുക്ക് ഇത് എവിടെ ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 -2. 1 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ആണ്. 1 is പോസിറ്റീവ് എക്സ് ആൻഡ് -2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വൈ ആണ് വരിക. അപ്പൊ നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ ഒന്ന് ആലോചിക്കുക എവിടെയാ വരിക. ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ആണ്, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് വൈ ആണ്, ഓക്കെ, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് വൈ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കേ, നമുക്ക് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരണം. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് ഏതിലാണ്? നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റിലാണ് അല്ലെ. ഫോർത്ത് ക്വാഡ്രന്റ്. സോ നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്? ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്, ഫോർത്ത് ക്വാഡ്രന്റ്. ആൻഡ് -2 1 ദാറ്റ് ഈസ് പോസിറ്റീവ് വൈ ആൻഡ് നെഗറ്റീവ് എക്സ്. ഓക്കെ, എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക, സെക്കൻഡ് ക്വാഡ്രന്റ്. ഇനി അടുത്ത -1 -2 രണ്ടും നെഗറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? നമ്മുടെ തേർഡ് ക്വാഡ്രന്റിലാണ് രണ്ടും നെഗറ്റീവ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ let us take the third quadrant and ഇത് ശ്രദ്ധിച്ചേ 0 -2 അല്ലെ. 0 -2. അപ്പോ നമ്മുടെ ഇതിന്റെ അകത്ത് എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഉടനെ പോയി എക്സ് ആക്സിസിൽ ടിക്കറ്റ് വെക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് കോർഡിനേറ്റ് 0 വരുന്ന ആർക്കാണ്? വൈ ആക്സിസിലെ പോയിന്റ്സിനാണ് എക്സ് കോർഡിനേറ്റ് എന്ത് വരിക? 0 വരുന്നത്. അപ്പോ ഈ 0 -2 എന്ന് പറയുന്ന പോയിന്റ് ആക്ച്വലി എവിടെയാ ഉള്ളത്? നമ്മുടെ വൈ ആക്സിസിലാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. നെക്സ്റ്റ് നോക്കിയേ -2 0 -2 0. The y coordinate is 0 here. Y axis ലാണോ? No. Y coordinate 0 ആണെങ്കിൽ the point lies on the x axis. Okay, x axis. Next is അടുത്ത നോക്കാം 7 9 both are positive. ഒന്നും നോക്കാനില്ല. It's our first quadrant. ഓക്കെ, സോ അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്ത എന്താണ്? ആക്സിസ് വരച്ചിട്ട് അതിൽ നിന്ന് പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി. ഇനി നമുക്ക് പോയിന്റ്സ് തന്നിരുന്നാൽ അതിരിക്കുന്ന ക്വാഡ്രന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കി. സോ ഇവിടെ വരെ നമ്മൾ നല്ല രീതിയിൽ വന്നു. ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം. സോ ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ദ പോയിന്റ്സ്. പോയിന്റ്സ് തരും, നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, മറ്റേ നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെ ആ ഒരു പോയിന്റ്സ് ഇങ്ങനെ തന്നിരിക്കും, അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ കോർഡിനേറ്റ്സ് തരും, നമ്മൾ ആ പോയിന്റിനെ ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യണം. ഈ ഫോർമുല തന്നത്. പിന്നെ വേറൊന്ന് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത കൈൻഡ് നോക്കിയേ, ഈ പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ സെയിം ആയിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്യുന്നത്, സെയിം ആക്സിസിലാണ് ചെയ്യുക, സെയിം പ്ലെയിനിലാണ് ചെയ്യുന്നത്. ഇത് എന്റെ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വൈ ആക്സിസും കൂടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ ഇതനുസരിച്ച് ലൊക്കേറ്റ് ചെയ്യണം. വി നോ ദാറ്റ് ഈ പോയിന്റ് ആരാണ്? നമ്മുടെ ഒറിജിൻ ആണ് അല്ലെ. ഒറിജിനെ ഞാൻ O എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ബാക്കി നോക്കാം. എക്സ് ആക്സിസിൽ എവിടെ വരെ വരുന്നുണ്ട്? മാക്സിമം നമുക്ക് പോസിറ്റീവ് വാല്യൂസ് 2 3 4. ഓക്കെ, സോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുക്കുക. ഇറ്റ് ഇസ് 1 2 3 4. മാക്സിമം 4 വാല്യൂസ് അല്ലേ വരുന്നുള്ളൂ പോസിറ്റീവ്. ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം എത്ര വരുന്നുണ്ട്? -3 വരെയാണ് വരിക. സോ -1 -2 -3. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി വൈ ആക്സിസിൽ നോക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് എവിടെയാ വരിക? 0 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് മാക്സിമം. ഓക്കെ, സോ അപ്പൊ എനിക്ക് ഇവിടെ വെച്ച് 1 2 3 4. ഓക്കെ, ഞാൻ ഇതിനെ 5 എന്ന് ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എവിടെ വരുന്നത്? മാക്സിമം -3 വരാണ് വരിക. സോ -1 -2 -3. The first point
ആദ്യത്തെ പോയിന്റിന്റെ പ്രത്യേകത എന്താ? അതിന്റെ എക്സ് വാല്യൂ 2ഉം വൈ വാല്യൂ 4ഉം. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും? എക്സ്, ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 2 വരുന്നത് ഇതിന്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളിലാണ് അല്ലെ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ നോക്കിയേ, വൈയിൽ നിന്ന് ഞാനൊരു 4 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ആൻഡ് എക്സിന്റെ 2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ആണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2, 4. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത പോയിന്റിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എന്താ? 4, 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് അല്ലെ. സോ 4, 2 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? എക്സ് ആക്സിസിൽ 4 വരും. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിൽ 4 ഞാൻ നോക്കിയാൽ ഇങ്ങനെ എടുക്കുന്നു ആൻഡ് വൈ ആക്സിസിൽ 2 ആണ് അല്ലെ, പോസിറ്റീവ് 2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ ഇത് കൂട്ടിയ പോയിന്റ് ഏതാണ്? ഇതാണ്. സോ 4, 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇതാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് -3, 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. -3, 0. അപ്പൊ -3, 0 എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് 0 ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോ എക്സ് ആക്സിസിൽ -3 വരുന്ന പോയിന്റ് ആരാ? ഇതാണ്. സോ -3, 0 കിട്ടിയതാട്ടോ. ഇനി -2, 5 എന്ന് പറയുന്നു. ഓക്കെ, സോ എക്സ് വാല്യൂ -2. ഓക്കെ, എക്സ് വാല്യൂ -2 വരുന്നത് ഇവിടെയാണ്. ആൻഡ് 5 പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ടേക്കാണ്, കാരണം y വാല്യൂ പോസിറ്റീവ് വരുന്ന മുകളിലേക്കാണ്. അപ്പോ നമ്മൾ ഇവിടെ എടുക്കുമ്പോഴത്തേക്കും -2 ഇവിടെ നിന്ന് വരും ആൻഡ് പോസിറ്റീവ് വാല്യൂ ഓഫ് 5 ഇവിടെ നിന്ന് വരും. സോ ദാറ്റ് നമുക്ക് ഇവിടെയാണ് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. സോ -2, 5 ഇസ് ദിസ് പോയിന്റ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് 3 - 3. ഓക്കെ, 3 - 3 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എക്സ് ആണ് അല്ലെ. പോസിറ്റീവ് എക്സ് ആണ് വരുന്നത് 3. ഓക്കെ, ആൻഡ് -3. അപ്പൊ -3 എവിടെയാ ഉള്ളത്? ഇവിടെ. ഓക്കെ, ഇങ്ങനെ വരാം. സോ 3 - 3 എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ആൻഡ് 0, 0 ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 0, 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോർഡിനേറ്റ് ആക്സിസുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് വാല്യൂ 0 there and y value is also 0 there. So 0, 0 is the origin. Clear? Okay, ഇനി അടുത്തൊരു കൈൻഡ് നമ്മളോട് ചോദിക്കുന്ന എങ്ങനെയാണ്? വിതൗട്ട് പ്ലോട്ടിംഗ് ദ പോയിന്റ്സ്. ഈ പോയിന്റ്സിനെ എന്ത് ചെയ്യരുത്? പ്ലോട്ട് ചെയ്യരുത്. ഇൻഡിക്കേറ്റ് ദ ക്വാഡ്രന്റ് ഇൻ വിച്ച് ദേ വിൽ ലൈ. അവരുള്ള ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ക്വാഡ്രന്റിലാണെന്ന് മാത്രം നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ y ആണ് അല്ലെ. y വാല്യൂ ആണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അബ്സിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, സോ എനിക്കിത് -3, 5 എന്ന് പറയാനായിട്ട് പറ്റും. സോ നെഗറ്റീവ് എക്സ് ആണ്. നെഗറ്റീവ് എക്സ് ഇങ്ങോട്ടേക്കായിരിക്കും. നെഗറ്റീവ് എക്സും പോസിറ്റീവ് വൈയും ആരാണ്? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോ ഇതാരാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, അബ്സിസ ഈസ് ഈക്വൽ ടു -5. അബ്സിസ -5ഉം ഓർഡിനേറ്റ് -3. രണ്ട് നെഗറ്റീവ് വരുന്നത് നെഗറ്റീവ് എക്സ്, നെഗറ്റീവ് വൈ ആരാണ്? നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആണ് വരിക. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അബ്സിസ -5 ആണ്. ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ഈസ് -5 and the y coordinate, okay, the ordinate is 3. Okay, so negative x and positive y is in the second quadrant. ഇനി നമ്മൾ നോക്കുമ്പോൾ കോർഡിനേറ്റ് 5 ആണ്, സോറി ഓർഡിനേറ്റ് 5 അബ്സിസ 3 ആണ്. ദാറ്റ് ഈസ് ബോത്ത് ആർ പോസിറ്റീവ്. 3, 5 എന്ന് പറയുമ്പോൾ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ക്ലിയർ? ഇനിയിപ്പോ ഇങ്ങനെയല്ല, ഓർഡിനേറ്റ് അബ്സിസ എന്നുള്ള രീതിയിലല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് തന്നിട്ട് എന്ത് തരുന്നു? ആ പറയുന്ന ക്വാഡ്രന്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. നോക്കിയേ, -3, 5 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, നെഗറ്റീവ് എക്സും പോസിറ്റീവ് വൈയും ആരാണ്? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നെക്സ്റ്റ് 4 - 1 ആലോചിച്ചേ, പോസിറ്റീവ് വൈ ആൻഡ് നെഗറ്റീവ് 1 എന്നുള്ള രീതിയിലാണ് വരിക. സോ ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഇത് എവിടെയാ വരാ? ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇനി അടുത്ത 2, 0 എന്ന് പറയുമ്പോഴത്തേ നമുക്ക് എന്ത് പറയാം? അവിടെ y കോർഡിനേറ്റ് 0 ആണ്. ദാറ്റ് ഈസ് ദ പോയിന്റ് ലൈസ് ഓൺ ദി x ആക്സിസ്. ഓക്കെ, x ആക്സിസിലാണ് വരിക. നമുക്ക് അവിടെ ക്വാഡ്രന്റ് എന്ന് പറയാനായിട്ട് ഇല്ല. നെക്സ്റ്റ് 2, 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ രണ്ടും? അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ? രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആണെന്ന് ആലോചിക്കുക, നെഗറ്റീവ് എക്സ്, നെഗറ്റീവ് വൈ എവിടെയാ വരിക? നമ്മുടെ തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ ദിസ് ഇസ് ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് എന്താണ് കോർഡിനേറ്റ് ജോമെട്രി, എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ, എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ കോർഡിനേറ്റ് ആക്സിസുകൾ വെച്ചിട്ട് വരയ്ക്കുന്നത്, വാട്ട് ഈസ് ഒറിജിൻ, ഓക്കെ, വാട്ട് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്, വാട്ട് ഈസ് എ വെർട്ടിക്കൽ വൈ ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ക്വാഡ്രന്റ്സിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്
അത് നമ്മൾ പറയുന്നത്. വാട്ട് ഇസ് എക്സ് കോർഡിനേറ്റ്, വാട്ട് ഇസ് വൈ കോർഡിനേറ്റ്, വാട്ട് ഇസ് അബ്സിസ, വാട്ട് ഇസ് ഓർഡിനേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ്, എങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റിനെ ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നോക്കി. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദിസ് ചാപ്റ്റർ. And this is the one shot video of our chapter coordinate geometry from class 9, and thank you for watching.